ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ദേശീയപാത നിർമ്മാണത്തിനായി എത്തിച്ച ചെമ്മണ്ണ് മഴയിൽ ഒലിച്ചിറങ്ങിയതോടെ റോഡിൽ മുഴുവൻ ചെളി നിറഞ്ഞു. കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ദുരിതത്തിലായി. പ്രതിഷേധ സൂചകമായി ചെമ്മണ്ണ് കൊണ്ട് പോയിരുന്ന വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. ചാവക്കാട് മണത്തലയിലാണ് സംഭവം. ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾക്കായി മണത്തലയിൽ വൻതോതിൽ കൂട്ടിയിട്ട ചെമ്മണ്ണാണ് മഴയിൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങി യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമായത്. ഇതുകൂടാതെ ഇവിടെ നിന്നും ടോറസ് ലോറികളിൽ കയറ്റി വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ചെമ്മണ്ണ് റോഡിൽ വീണതും നാട്ടുകാർക്ക് കൂടുതൽ ദുരിതമുണ്ടാക്കി. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് ഇപ്പോൾ ചെളി നിറഞ്ഞു കിടക്കുന്നത്. റോഡിൽ ചെളി പരന്നതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിലായി. കാൽനട യാത്രക്കാരിൽ പലരും റോഡിൽ കാൽ വഴുതി വീണു. ഇരുചക്രവാഹന യാത്രികർക്കും റോഡിലെ ചെളി അപകടം സൃഷ്ടിച്ചു. റോഡരികിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും മണത്തല മദ്രസ പരിസരത്തേക്കും മഴവെള്ളത്തോടൊപ്പം ചെളി ഒഴുകിയെത്തി. മണത്തല പള്ളി പരിസരം ചെമ്മണ്ണ് ശേഖരിക്കുന്ന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകൻ KV അലിക്കുട്ടി പറഞ്ഞു. ഇവിടെ മാസക്കണക്കിനായി ഈ ഹൈവേയുടെ മണ്ണ് ഇവിടെ കൊടുത്തിട്ടിട്ട് ഇതൊരു മണ്ണ് കൊണ്ടുപോകുന്ന ഒരു ഗോഡൗണായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അത് രാത്രിയിൽ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാൽ ഈ മണ്ണ് കംപ്ലീറ്റ് ഇവിടെ സപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ലോറിയുടെ ടയറിൻ്റെ അടിയിൽ വരുന്ന കട്ടകളും മണ്ണുകളെല്ലാം റോഡിൽ പതിക്കുകയാണ്. അത് നേരം വെളുത്താൽ മഴയിൽ പെയ്യുമ്പോൾ കംപ്ലീറ്റ് ചളിയായി റോഡ് കെടുക്കുകയാണ്. ഇത് ഇവിടെ മണത്തല സ്കൂളുണ്ട്, മദ്രസയുണ്ട്, മാതിരി പള്ളിയുണ്ട്, ഇലക്ട്രിസിറ്റി ഓഫീസുണ്ട്. ഇവിടെ വരുന്ന മക്കൾ പോകുന്നവരൊക്കെ റോഡിൽ കിടന്ന് വീഴുകയാണ്. വണ്ടികൾ അടിച്ചു പോകണം. വണ്ടികൾക്ക് അറിയില്ലല്ലോ ഇവിടെ ചളിയുണ്ടെന്നൊക്കെ. വണ്ടികൾ നിയന്ത്രണം വിട്ട് പോയിക്കണം. പല ബൈക്കുകളോട് വീണ് പോയിട്ടുണ്ട്. ഈ ഒരു സംഭവം കുറേ കാലങ്ങളായി വന്ന് ഇവരോട് പറയുന്ന നടക്കില്ല. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ പണി അവർ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ട് ഒരു കാരണവശാലും ഇനി ഇവിടെ ചളിയാക്കാൻ പറ്റില്ല. ഇവിടേക്കുള്ള നിയന്ത്രണം എല്ലാം ആന കെട്ടിയിട്ട് മണ്ണ് നിറച്ചിട്ടുള്ള ചെയ്യാൻ പാടുള്ളതെന്ന് അവരെ കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി മണ്ണ് കൊണ്ടുപോയി നിർത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വർക്ക് ഞങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ഇവിടെ ഇതുകൊണ്ട് പല ദോഷങ്ങളും നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. ഇനിമേൽ ഇത് ആർക്കും ആവർത്തിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മണത്തല മദ്രസയിലെത്തുന്ന വിദ്യാർത്ഥികൾ ചെളി മൂലം വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്ന് മണത്തല മഹല്ല് സെക്രട്ടറി KV ഷാനവാസ് പറഞ്ഞു. നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നു. അതേപോലെ തന്നെ ശക്തിയായ മഴയുള്ളതിൻ്റെ ഭാഗമായി തന്നെ നാഷണൽ ഹൈവേയുടെ ഭാഗത്തു നിന്ന് ചെളിവെള്ളം നമ്മുടെ മദ്രസ കോമ്പൗണ്ടിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. സ്വാഭാവികമായും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. നമ്മളത് നാഷണൽ ഹൈവേ നിർമ്മാണ കമ്പനിയെ വിവരം അറിയിച്ചിരുന്നു. അവർ ഇന്ന് തന്നെ സ്ഥലം പരിശോധിക്കാമെന്നും അതിന് വേണ്ട പരിഹാരം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ അമിത വേഗതയിൽ പാഞ്ഞു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെയും ഇരുചക്രവാഹന യാത്രികരുടെയും മേൽ ചെളിത്തെറിക്കുന്നതും ഇവിടെ പതിവായിട്ടുണ്ട്. യാതൊരുവിധ മുൻകരുതലുമില്ലാതെയാണ് ദേശീയപാത കരാർ കമ്പനി വാഹനങ്ങളിൽ ചെമ്മണ്ണ് ശേഖരിച്ചു പോകുന്നതെന്നും വെയിൽ വന്നാൽ ചെളിശല്യം മാറി ഇവിടെ പൊടിശല്യമാകുന്നതായും നാട്ടുകാർ പറഞ്ഞു. കാൽനട യാത്രക്കാർക്ക് പോലും വഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം വണ്ടികൾ പോകുമ്പോൾ ചളിവെള്ളം ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളം കെട്ടി പോകുന്നവരാണ്. അത്യാവശ്യം ചിലപ്പോൾ നടന്നു പോകും. അവന് മേത്തേക്ക് വണ്ടിക്കാർ ഹൈവേയിൽ പാഞ്ഞിട്ട് പോയിട്ട് ആ ചളിയിൽ മേത്തേക്ക് തെറിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ചളികളൊക്കെ ആയിട്ട് എത്ര കുട്ടികൾ വീണെന്ന് വെച്ചിട്ടാണ് സ്ലിപ്പായി വീഴാൻ പോവാം. നിരന്തരം ഇതൊരു സത്യം പറഞ്ഞ കറക്റ്റായിട്ട് കാഴ്ചപ്പാടിലോട്ടാണ് ഇതിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് റോഡിൽ നോക്കിയാൽ പല തരത്തിൽ വെള്ളം കെട്ടി കയറിയിട്ടുണ്ട്. ഈ ചളി കൂടെ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു. സാധാരണക്കാർക്ക് പുറത്തേക്ക് നടക്കണ്ടേ. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ്.
and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.